ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹീബ്രു, ഗ്രീക്ക്, അരാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ നാം തിരുവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്നാൽ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിങ്ങനെയാണ് പറഞ്ഞത്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നതിനേക്കാൾ ഉപരി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ ഓടിച്ചിട്ട് പിടിക്കും, അല്ലെങ്കിൽ പിന്തുടർന്ന് പിടിക്കും എന്നതാണ് കുറച്ചുകൂടി ആഴമേറിയ പരിഭാഷയാകേണ്ടിയിരുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. പഴയ നിയമം എഴുതപ്പെട്ട എബ്രായ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വാക്കിന് ഒന്നിലധികം ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. പശ്ചാത്തലം മാറുന്നതിനനുസരിച്ച് എബ്രായ ഭാഷയുടെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തിന് വ്യത്യാസം വരുന്നു എന്നുള്ളത് ആ ഭാഷ പഠിക്കുന്ന ഓരോരുത്തരും, ആ ഭാഷ അറിയാവുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്, ആ പശ്ചാത്തലം, ആ ഭാഗം ഏതാണോ അതിനനുസരിച്ചായിരിക്കും ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഒരു വാക്കിൽ നിന്ന്, റൂട്ട് വേർഡിൽ നിന്ന്, അടിസ്ഥാനപരമായ ഒരു വാക്കിൽ നിന്ന് ഒരേ വാക്കുകൾ ഒരു വാക്കിനകത്തു നിന്ന് പല വാക്കുകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ തിരുവചനത്തിനകത്ത് ഈ ഒരു പദം എവിടെയാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് പശ്ചാത്തലത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ വാക്ക് ഒരു എബ്രായ പദം ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പോലെ തന്നെ വേറെ ഏതെല്ലാം ഭാഗങ്ങളിൽ അതേ പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ആ ഭാഗങ്ങളിലൊക്കെ അതിന് ഏതർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് എന്നും നമ്മൾ നോക്കിയിട്ടാണ് ശരിക്കും ഒരു പദത്തിൻ്റെ ഒരു പദത്തിൻ്റെ ആകെയുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, ആ പാഠഭാഗമനുസരിച്ച് അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരാവുന്നതാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരും എന്ന് പറയുവാൻ പിന്തുടരും എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദമെന്ന് പറയുന്നത് റദാഫ് എന്നാണ്. റദാഫ് എന്ന വാക്ക് സ്ട്രോങ്ങിൻ്റെ ഡിക്ഷണറിയിൽ, ജെയിംസ് സ്ട്രോങ്ങിൻ്റെ ഡിക്ഷണറി എൻട്രി 7291 റദാഫ്. അതിനകത്തും BDB, ഹീബ്രു ലെക്സിക്കണിന്റെ തലതൊട്ടപ്പന്മാരെന്ന് നമുക്ക് പറയാവുന്ന ബ്രൗൺ ഡ്രൈവർ ബ്രിഗ്സ് ഡിക്ഷണറിയിൽ ഇതേ അർത്ഥം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പിന്തുടർന്ന് പിടിക്കുക, പിന്നാലെ ഓടി ചെല്ലുക എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന ചില പശ്ചാത്തലങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, മിലിറ്ററി പട്ടാളക്കാരുടെ പിന്നാലെ ഉള്ള കുതിച്ചുപോക്ക്, ശത്രുവിനെ കീഴടക്കുവാൻ അവരെ പിന്തുടരുന്നത്, അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ഇൻറ്റൻറ്റോടുകൂടി, ഹോസ്റ്റൈൽ പെർസ്യൂട്ട്, ശത്രുതാ മനോഭാവത്തോടുകൂടി ശത്രുവിനെ പിന്തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ വാക്ക് ഉപയോഗിച്ച്, റദാഫ് എന്ന വാക്ക് പിന്തുടരുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ഉദാഹരണം, ആത്മീയമായ ആഴം മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അബ്രഹാം, നമുക്കറിയാം, 5 രാജാക്കന്മാരെ കുറിച്ച് ആ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സോദോം രാജാവായ ബേര, ഗമോര രാജാവായ ബിർഷ, ആദ്മ രാജാവായ ഷിനാബ്, സെബോയിൻ രാജാവായ ശെമേബർ, സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് അമ്രാഫേൽ, അരിയോക്, ഏലം രാജാവായ കെദർലായോമർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവർ യുദ്ധം ചെയ്തു. അഥവാ 5 രാജാക്കന്മാരോട് 4 രാജാക്കന്മാർ യുദ്ധം ചെയ്തു. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് സോദോമിൽ നിന്ന് ലോത്തിനെയും അവൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അവിടെയുള്ള ജനത്തെയും ലോത്തിന്റെ സകല സമ്പത്തിനെയും എടുത്തുകൊണ്ട് അവർ മടങ്ങിപ്പോയി. ശത്രു ജയം ആഘോഷിച്ച് മടങ്ങിപ്പോയപ്പോൾ അബ്രഹാമിന് അത്ര പ്രിയപ്പെട്ടവനാണ് ലോത്ത്, അവൻ്റെ സഹോദരപുത്രനായ ലോത്തിന് വേണ്ടി
അബ്രഹാം ലോത്തിനെയും മക്കളെയും രക്ഷിക്കുവാൻ 318 അഭ്യാസികളെയും കൊണ്ട് ഈ 5 രാജാക്കന്മാരെ പിന്തുടരുകയാണ്. ഇതിനകത്തുനിന്നൊരു ആത്മീയ ആഴം, ദൈവത്തിന്റെ നന്മയും കരുണയും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ആത്മീയ ആഴം ഞാൻ നിങ്ങളോട് പറയാം. 5 രാജാക്കന്മാര് 4 രാജാക്കന്മാർക്ക് എതിരെ നിന്നപ്പോൾ 5 രാജാക്കന്മാര് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ 5 രാജാക്കന്മാരുടെയും അവരുടെ സൈന്യത്തെയും തോൽപ്പിച്ചവരാണ് 4 രാജാക്കന്മാർ. അവര് കൊള്ളയിട്ടുകൊണ്ട് ലോത്തിനെയും അവന്റെ സകല സമ്പത്തിനെയും പിടിച്ചുകൊണ്ടു പോയപ്പോൾ കേവലം 318 പേരുമായിട്ട് അബ്രഹാം ഈ 4 രാജാക്കന്മാരെ അവരുടെ സൈന്യത്തെയും പിന്തുടർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ കേവലം 318 അഭ്യാസികളും കൊണ്ട് ഒരു രാജാവിനെയും അവന്റെ സൈന്യത്തെ 4 രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെ മുഴുവനും പിന്തുടരുമ്പോൾ ആ പിന്തുടർന്നു എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം റാദാഫ് എന്നാണ്. എങ്ങനെയാണ് പിന്തുടർന്നത്? ഞാൻ ഒരു ഹോസ്റ്റൈൽ ഇൻറ്റൻറ്റോടുകൂടി, ഒരു ഡിറ്റർമൈൻഡ് പർപ്പസോടുകൂടി ഞാൻ അതിനെ പിടിച്ചെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് പിന്തുടരുന്നത്. അപ്പോൾ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നന്മ നമ്മളുടെ മേൽ പകരപ്പെടും എന്നൊരു ദൃഢനിശ്ചയം ദൈവത്തിനുണ്ട്. അങ്ങനെയാണ് ആ നന്മ നമ്മളെ പിന്തുടരുന്നത്. അങ്ങനെ പിന്തുടരുക മാത്രമല്ലല്ലോ ചെയ്തത്, അവിടെ ചെന്ന് പിന്തുടർന്ന് എന്തിനെ പിന്തുടർന്നു? അതിനെ പിടിച്ചടക്കി. എന്നതുപോലെ നമ്മെ പിന്തുടരുന്ന ദൈവിക നന്മയും കരുണയും നമ്മളുടെ മേൽ പകരപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മടങ്ങി വന്നപ്പോൾ ശാലേം രാജാവ് അബ്രഹാമിനെ അനുഗ്രഹിച്ച് ഇങ്ങനെ പറഞ്ഞത്, അത്യുന്നതനായ യഹോവയാൽ അബ്രഹാമേ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്താ കാരണം? 4 രാജാക്കന്മാരെ തോൽപ്പിക്കാൻ 5 രാജാക്കന്മാർക്കും അവരുടെ സൈന്യത്തിനും കഴിയാതിരുന്ന സ്ഥാനത്ത് അബ്രഹാമും അവൻ്റെ വെറും 318 അഭ്യാസികളും ചേർന്ന് 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി മടങ്ങി വന്നത് ഒരിക്കലും അബ്രഹാമിൻ്റെ സ്വന്തം കഴിവല്ല, ദൈവം അബ്രഹാമിന് കൊടുത്ത ജയമാണ്. ആ അബ്രഹാമിൻ്റെ പിന്തുടർന്നപ്പോൾ അബ്രഹാം പിന്തുടർന്നപ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടായി. ദൈവമായിരുന്നു വാസ്തവത്തിൽ ആ ശത്രുവിൻ്റെ രാജ്യത്തെയും സേനയെയും പിന്തുടർന്നത് എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ, നന്മ നമ്മെ പിന്തുടരുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ ഈ നന്മയും കരുണയും എന്നെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് പറയുന്നത് പിന്തുടരുക എന്നുള്ളതല്ല, ഓടിച്ച് കീഴടക്കുവാൻ, ശത്രുവിനെ കീഴടക്കുവാൻ തക്കവണ്ണം ഭൂരിഭാഗവും ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 144ഓളം പ്രാവശ്യം ഈ റദാഫ് എന്ന് പറയുന്ന വാക്ക് തിരുവചന പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, 1 ശമൂവേൽ 26-ാം അധ്യായം 20-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. എന്റെ രക്തം യഹോവയുടെ മുമ്പാകെ നിലത്തു വീഴരുതേ, ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരൊറ്റ ചെള്ളിനെ തിരഞ്ഞു പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഇവിടെ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ പിന്തുടരുന്നത് പോലെ റദാഫ്. അപ്പോൾ ആ റദാഫ് എന്ന് പറയുന്ന ആ വാക്ക് പിന്തുടരി എങ്ങനെ? ദാവീദിന് ശൗല് കൊല്ലുവാൻ തക്കാണ്, വിത്ത് ആൻ ഇൻറ്റന്റ്, ഹോസ്റ്റൈൽ ഇൻറ്റന്റ്, വിത്ത് എ ഡിറ്റർമൈൻഡ് പർപ്പസ്, ഒരു ശക്തമായ ദൃഢമായ നിശ്ചയത്തോടെയാണ് പിന്തുടരുന്നത്. അത് ചെയ്തെടുക്കുവോളം ഞാൻ പിന്മാറുകയില്ല എന്നുള്ള തരത്തിലാണ് അത് പിന്തുടരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഒരു ശത്രുവിനെ പിന്തുടരുക വിത്ത് ഹോസ്റ്റൈൽ ഇൻറ്റന്റ്, ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി അഥവാ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പിന്തുടരുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന് ഫിഗറേറ്റീവ് യൂസസ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായ രീതിയിൽ ഈ റദാഫ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ദൈവം പറയുവാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി. ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്ക് ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നയുമാക്കും. അപ്പോൾ ഞാൻ അവരെ മഹാമാരി കൊണ്ടും ക്ഷാമം കൊണ്ടും വേട്ടയാടും, റദാഫ്, പിന്തുടരും എന്ന് ദൈവം
താൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ദൈവിക ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവം ഒരു ദൃഢനിശ്ചയത്തോടെ അവൻ അതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. അത് നിറവേറുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം തൻ്റെ ന്യായവിധി അയക്കും എന്നുള്ള ഒരു കാര്യം കർത്താവിൻ്റെ വരവോടുകൂടി ഇനിയുള്ള കാലം, ഇനി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവില്, ആ വരവിന് ശേഷമുള്ള ന്യായവിധി ദൈവത്തിൻ്റെ ഒരു ഡിറ്റർമൈൻഡ് പർപ്പസ് ആണ്. ദൈവം അത് തീരുമാനിച്ചിരിക്കുന്ന ഒന്നാണ്. അത് നിറവേറുക തന്നെ ചെയ്യും എന്നതുപോലെ ദൈവം ഇവിടെ പറയുകയാണ്, എൻ്റെ ജനത്തെ ഞാൻ വാൾ കൊണ്ട് ന്യായവിധി കൊണ്ടും പിന്തുടരും, ഞാൻ അവരുടെ പിന്നാലെ ചെല്ലും. അപ്പോൾ ദൈവം തൻ്റെ ഉദ്ദേശം അവരെക്കുറിച്ചുള്ള ന്യായവിധി നിവർത്തിക്കും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അത് അവരുടെ മേൽ ചെന്ന് വീഴുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് റദാഫ് എന്ന് പറയുന്ന ഈ ഭാഗം, ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിലുള്ള മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഫറവോൻ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചതിന് ശേഷം അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ അവരെ പിന്തുടരും എന്ന് പറഞ്ഞ അവൻ ചെങ്കടലിലേക്ക് അവനും അവൻ്റെ കുതിരപ്പടയും ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് ചെല്ലുന്നു. റദാഫ് അവരെ പിടിച്ചെടുക്കുവാൻ വേണ്ടി പിന്തിരിഞ്ഞ് ചെല്ലുകയാണ്. ഈ റദാഫ് എന്ന് പറയുന്ന ഈ എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പശ്ചാത്തലം കൂടി നമ്മൾ കാണാതെ പോകരുത്. അത് നമ്മുടെ ധാർമ്മികമായ പിന്തുടരലിനെ കാണിക്കുന്നതാണ്. അതിന് ചില തിരുവചന ഭാഗങ്ങളുണ്ട്. എങ്കിലും അതിൽ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നീതിയെ പിന്തുടരുക എന്നുള്ള അർത്ഥത്തിലാണ്. നീതിയെ പിന്തുടരുന്നവനാണ് ജീവനെ പ്രാപിക്കുന്നത്. എങ്ങനെ? ദൈവിക നീതിയിൽ നിലനിൽക്കുവാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്ത് അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവൻ ജീവനെ നിശ്ചയമായിട്ടും പ്രാപിക്കും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ ഒരുവനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് പോലെ ജീവൻ അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയില്ല, അവൻ സ്ഥിരമായിരിക്കും. എന്നാൽ തിന്മയെ, ദോഷത്തെ പിന്തുടരുന്നവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദോഷം ചെയ്തേ നോക്കൂ, ഞാൻ ദോഷം ചെയ്യും, തിന്മ ചെയ്യും, അതിൽ നിന്ന് ഞാൻ മാറത്തില്ല എന്നുള്ള ചിന്തയിൽ അതിനെ തന്നെ പിന്തുടരുന്നവന് അവസാനം മരണം, നിത്യമരണം കീഴടക്കുകയും ചെയ്യും എന്നുള്ളത് തിരുവചനത്തിലെ ഒരു സത്യമാണ്. ഇത് നാം പറഞ്ഞു പോകുമ്പോൾ പഴയ നിയമത്തിലെ റദാഫ് എന്ന വാക്കിന് തത്തുല്യമായ ഗ്രീക്ക് വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യം ഇങ്ങനെയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇതിനെ നീ പിന്തുടരണം. എങ്ങനെ? അതിന് പിടിക്കത്തക്കവണ്ണം. അത് അല്ലാതെ മറ്റൊന്നും. അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനു വേണ്ടി ഓടിയതുപോലെ ശത്രുവിനെ പിടിക്കുവാൻ അതിൻ്റെ പിന്നാലെ പാഞ്ഞതുപോലെ, ഒരു വേട്ടപ്പട്ടി അതിൻ്റെ ഇരയെ പിടിക്കുവാൻ ഓടുന്നതുപോലെ നീ വളരെ ജാഗ്രതയോടെ നീതിയും വിശ്വസ്തതയും സ്നേഹത്തെയും പിന്തുടരണം. അതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്നുള്ള തരത്തിൽ അതിനെ പിന്തുടരണം. അങ്ങനെ ഒരു ഡിറ്റർമൈൻഡ് പർപ്പസ്, വ്യക്തമായൊരു ഇൻറ്റൻറ്റോടുകൂടി നാം അതിനെ പിന്തുടർന്നാൽ നാം അത് പ്രാപിക്കുക തന്നെ ചെയ്യും. അതുപോലെ മറ്റൊരു ഇടത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 12-14 ഞാനൊന്ന് വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇതിലെവിടാണ് പിന്തുടരുക എന്നുള്ളത് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. എന്നാൽ അത് ഇങ്ങനെയാണ്, പെർസ്യൂ പീസ്. കിങ് ജെയിംസ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പെർസ്യൂ പീസ്. സമാധാനം പിന്തുടർന്ന് ജനവുമായി സമാധാനത്തിൽ പോകുവാനും ശുദ്ധീകരണം ആചരിപ്പാനും ഉത്സാഹിപ്പീൻ. അതുകൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല.
ഒരു കാര്യം ഇതിനകത്തു നിന്ന് ഒരു ആത്മീയ ആഴം ഞാൻ നിങ്ങളോട് പറയും. ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധം സമാധാനത്തിലായിരിക്കണം. ആ സമാധാനത്തിൽ വേണം നാം അവരെ പിന്തുടരാൻ. അവരുമായിട്ടുള്ള ബന്ധത്തെ, സമാധാനത്തെ ഹനിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവരുടെ വിശുദ്ധിയെ തകർക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ വെറുതെ പിന്തുടരുകയല്ല, വ്യക്തമായൊരു ലക്ഷ്യബോധത്തോടെ എന്നെ പിടിക്കണമെന്നുള്ള ഒരു ദൈവിക ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മെ പിന്തുടരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ആ പദം ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തലങ്ങളെല്ലാം അങ്ങനെയാണ്. വളരെ വ്യക്തമായ ഉദ്ദേശത്തോടെ, താല്പര്യത്തോടെ അതിനെ കീഴടക്കുവാൻ വേണ്ടി ഓടി പിന്തുടരുന്ന ഒന്നിനെ കുറിച്ചാണ് റദാഫ് എന്ന പദം ഉദ്ദേശിക്കുന്നത്. ആകയാൽ ഇന്ന് ഈ തിരുവചന ഭാഗം കേട്ട നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ വെറുതെ പിന്തുടരുകയല്ല, അതെന്നെ പിന്തുടർന്ന് പിടിക്കും, അതെന്നെ ഓടിച്ചിട്ട് പിടിക്കും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ.